അപ്പോൾ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വലയിറക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്നിരിക്കും. കിട്ടിയപ്പോൾ വല തകൃതിയായി കിട്ടിയത് എന്തുകൊണ്ടാണ് തകൃതിയായി? അതായത് ഒരു വള്ളത്തിനല്ല കൊടുത്തിരിക്കുന്നത്, 2 വള്ളത്തിനും കൂടി കൊടുത്തിരിക്കുക. അടുത്തുള്ള വള്ളങ്ങൾക്ക് എല്ലാം വേണ്ടിയാണ് കൊടുത്തിരിക്കണം കർത്താവ്. അവർക്കത് മനസ്സിലായി അത്. പക്ഷേ നമ്മുടെ ഒരു വീടിന് വേണ്ടി മാത്രമല്ല ദൈവം അനുഗ്രഹിക്കണത്. ദൈവം നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ അനിയത്തിമാർ, ചേട്ടത്തിമാർ, ചേട്ടന്മാർ, അയൽവാസികൾ, അന്യമതസ്ഥർ, അയൽവാസികളുമായി നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന, നമ്മുടെ കൂടെ താമസിക്കുന്ന പാവപ്പെട്ടവർ എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ദൈവം നമ്മൾ അനുഗ്രഹിക്കണത്. ഈ ഒരു ബോധം ഉണ്ടാകണം. കിട്ടിയെന്ന് പറഞ്ഞ് നമ്മൾ മാത്രം എടുത്തുകൊണ്ട് അണ്ണാക്കിലോട്ട് കയറ്റി കഴിഞ്ഞാൽ ദൈവം പിന്നെ കാലണ കാശിക്ക് തരത്തില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മൈൻഡ് സെറ്റ്, ദൈവത്തിൻ്റെ മനസ്സറിയണം. ഇല്ലായ്മയാണ് വല്ലായ്മയാണെന്ന് കണ്ടാൽ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കുമ്പോൾ തരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടതിനേക്കാൾ കൂടുതൽ തരുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ സഹായിക്കാൻ തന്നെയാണ്. അതാ വചനം പറഞ്ഞത്. അവർ മറ്റു വള്ളക്കാരെ ആംഗ്യം കാണിച്ച് വിളിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? ഇവർക്ക് എടുത്താൽ പൊങ്ങാത്ത കൊണ്ടാണ്. എന്താ എടുത്താൽ പൊങ്ങാത്ത വന്നത്? അവർക്കുള്ളത് കൂടി കൊടുത്തത് കൊണ്ടാണ് ഇവർക്ക് പൊങ്ങാൻ പറ്റും. പക്ഷെ അവരത് മനസ്സിലാക്കി. എടുത്താൽ പൊങ്ങാത്ത സംഭവമാകുമ്പോൾ അവർക്കുള്ളത് കൂടി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവരത് കൊടുത്തു. അവരുടെ മറ്റു വള്ളങ്ങളെ മുങ്ങാറാകുളം നിറച്ച്. അപ്പോൾ ദൈവത്തിനറിയാം ഇവരങ്ങനെ ചെയ്യുമെന്നറിയാം. നിൻ്റെ സഹോദരനെ, ശത്രുവിനെ പോലും നീ നാളെ സന്ധിക്കുമെന്ന് ദൈവത്തിന് അറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സിലോട്ട് നീ മാറുകയാണ്, ഉടമ്പടി പ്രകാരം മാറുകയാണെങ്കിൽ, ദൈവപൈതലേ, ഇന്ന് ഈ രാത്രി നിൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കും. നീ ഒരു തീരുമാനം എടുക്കണം. ഇന്നൊരു തീരുമാനം എടുക്കണം. ദൈവത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് സുവിശേഷം ജീവിച്ചുകൊണ്ട് സുവിശേഷത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് സാക്ഷിയായി ഉടമ്പടി പ്രകാരം എന്നെ ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിന്ന് ഈ ആരാധനയിലൂടെ കൃപയാകണമേ. അവന്റെ കാലത്ത് നടന്ന ദൈവത്തിന്റെ മനസ്സലിവിന്റെ അനുകമ്പാരിതമായ പരസ്നേഹ ഉപവിപ്രവർത്തനങ്ങള് എല്ലാ കാലങ്ങളിലും സൂര്യൻ അസ്തമിക്കണവരെ നടക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഞാൻ പോയാലും, നിത്യത്തിലേക്ക് പോയാലും, ഞാൻ അരൂപിയിൽ ആത്മാവിൽ നിങ്ങളുടെ കൂടെ വസിക്കുമ്പോഴും നിങ്ങളിവിടെ ഉണ്ടായിരിക്കുന്ന കാലം എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കണം. രോഗിയെ കാണുമ്പോഴും, ഇല്ലായ്മയെ കാണുമ്പോഴും, വലയമയെ കാണുമ്പോഴും നിങ്ങൾ അവരെയെല്ലാം ഞാനാണെന്ന് കരുതിക്കൊണ്ട് എൻ്റെ മനസ്സലിവ് ഈ കാലഘട്ടങ്ങളിൽ എന്നെ സ്വീകരിക്കുന്നവരിലൂടെ ഇതിൽ നിന്ന് മറ്റവരിലേക്ക് പകർന്നുകൊണ്ട് ഇരുന്നുകൊണ്ട് ഈ ലോകം മുഴുവനും സ്നേഹത്തിൻ്റെ, അനുകമ്പയുടെ, ഉപവിയുടെ ദൈവരാജ്യമായി മാറണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കർത്താവ് സംസാരിച്ചത്. മത്തായിയുടെ സുവിശേഷം 25:35 ശ്രദ്ധിക്കട്ടെ. 25:35 മുതലുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ആർക്കെല്ലാം എന്തെങ്കിലും ചെയ്തോ, ആരെല്ലാം പട്ടിണിയും പരിവട്ടവും വിഷമവും വേദനയും കാരാഗ്രഹവുമായിട്ട് ഇവിടെ ജീവിക്കുന്നുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിക്കുന്നുണ്ട്, അവരെല്ലാം ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശിയുടെ കണ്ണീരിനോട് മാനുഷികമായ അജ്ഞതായിട്ട് പുലർത്താൻ വേണ്ടി മനുഷ്യാവതാരം ചെയ്തവൻ ഇന്ന് നിന്റെ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കൈയായി കാലായി അവനായി നീ തുടരേണ്ട സുവിശേഷ ജോലിയാണ് ഉടമ്പടി നിന്നെ ഏൽപ്പിക്കുന്നത്. കൈയടിച്ച് കർത്താൻ ഒരുമിച്ച് പാടാൻ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഈ കാലഘട്ടങ്ങളിൽ അങ്ങയുടെ കൈയായും കാലായും പ്രവർത്തിക്കുവാൻ ഈ ഉടമ്പടി ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എല്ലാവരും രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് കൃപാസനത്തിന് ഈശോ തന്ന ഏറ്റവും വലിയ അഭിഷേകത്തിൻ്റെ ഒരു പ്രാർത്ഥനാ രൂപമാണ് രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കണം. അനേകം മക്കളാണ് ഈ സമയത്ത് തീർത്ഥാടനത്തിൽ ഇവിടെ ഇരിക്കുന്നവരും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും
അവരെപ്പോഴാണ് ഈ ആരാധന കൂടാൻ സൗകര്യം കിട്ടുന്നത് അപ്പോഴൊക്കെ അവർ സൗഖ്യപ്പെടുന്ന സന്ദേശങ്ങൾ സാക്ഷിയുടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് കേട്ടിട്ടുണ്ട്. യൂട്യൂബിലുണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബോധത്തിലും വിശ്വാസത്തിലും വേണം നിങ്ങൾ കൈവെക്കാൻ. നിങ്ങൾ കൈവെക്കുമ്പോൾ കർത്താവിൻ്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുതകരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ കൈകൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ കൈകളെ അങ്ങയുടെ ആണിപ്പെടുതാർന്ന അത്ഭുതകരങ്ങളായി അങ്ങ് മാറ്റണമേ. കർത്താവേ, കാറ്റിനെ ശാസിച്ച അങ്ങയുടെ കരങ്ങള് എൻ്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വയ്ക്കണമേ. കർത്താവേ, ലാസറിനെ ഉയർപ്പിച്ച അങ്ങയുടെ ശക്തമായ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. അന്തന്റെ കണ്ണിനെ സ്പർശിച്ച അങ്ങയുടെ കരുണയുടെ കരങ്ങള് എന്റെ രോഗമുള്ളിടത്ത് ഇപ്പോൾ വെക്കണമേ. കാനായിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ അങ്ങയുടെ ആശീർവാദ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വയ്ക്കണമേ. പാപങ്ങളെ എഴുതി തള്ളിക്കൊണ്ട് പാപിനോട് സംസാരിച്ചപ്പോഴ് എഴുതിയ കർത്താവേ, പാപക്ഷമയുടെ കരങ്ങള് ഇപ്പോൾ എന്റെ മേൽ വെക്കണമേ. അഞ്ചപ്പത്തെ ആശീർവദിച്ച് 5000 പേർക്കായി വിളമ്പിയ കർത്താവേ, അങ്ങയുടെ അപ്പത്തെ ആശീർവദിച്ച കരങ്ങള് എന്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ ഇപ്പോൾ വെക്കണമേ. കർത്താവേ, ചെകിടന് തുറക്കപ്പെടട്ടെ കൽപ്പിച്ചുകൊണ്ട് ചെവികളിലെ വയ്ക്കപ്പെട്ട അങ്ങയുടെ സൗഖ്യകരങ്ങള് എന്റെ ശരീരത്തിലെ രോഗമുള്ളെടുത്ത് ഇപ്പോൾ വെക്കണമേ. ഉച്ചി മുതല് കാൽ വരെ അർശസ് രോഗങ്ങള്, അൾസർ രോഗങ്ങള്, വെരിക്കോസിന് അസുഖങ്ങള്, വിസർപ്പ രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആന്തരിക സൗഖ്യങ്ങള്, അവയവങ്ങളുടെ സൗഖ്യങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, TB രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, കല്ലുണ്ടാകുന്ന രോഗങ്ങള്, മരവിപ്പ് രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലി ഇല്ലാത്തവര്, ജോലി തടസ്സമുള്ളവര്, PR കിട്ടാത്തവര്, പരീക്ഷയിൽ ആദ്യം തോറ്റവര്, റീവാലുവേഷൻ കൊടുത്തവര്, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, ഇന്റർവ്യൂവിന് പോകാൻ പോകുന്നവര്, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, എല്ലാവരുടെ മേലും കർത്താവിന്റെ ശക്തി സംരക്ഷണം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. കടങ്ങളുള്ളവര്, ജപ്തി നടപടിയെ സങ്കടം അനുഭവിക്കുന്നവര്, ഭയപ്പെടുന്നവര്, പരിഹരിക്കാൻ മാർഗമില്ലാത്തവര്, വിൽക്കാൻ പറ്റാത്തവര്, വിൽക്കാൻ ആഗ്രഹിക്കുന്നവര്, എല്ലാവരുടെ മേലും സമാശ്വാസത്തിന്റെ പുതിയ വഴികള് ചൂണ്ടിക്കാണിക്കണമേ. പിതാവായ ദൈവമേ, മക്കളില്ലാത്തവര്, ഓട്ടിസമുള്ളവര്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങള്, ബ്രെയിനിൽ വെള്ളം കെട്ടി കിടക്കുന്ന കുഞ്ഞുങ്ങള്, വളർച്ചയില്ലാത്ത കുഞ്ഞുങ്ങള്, ബുദ്ധിബോധമില്ലാത്ത കുഞ്ഞുങ്ങള്, കർത്താവിന്റെ കാരുണ്യ മധ്യസ്ഥതയില് ഉടമ്പടി എടുത്തു പോയ എല്ലാവരിലേക്ക് ആവശ്യിക്കട്ടെ. വൈരാഗ്യങ്ങള്, ശത്രുതകള്, അവസ്ഥകൾ
യേശുവിന്റെ നാമത്തിൽ വീര്യമാകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ദിവ്യകാരുണ്യത്തിന് കർത്താവായ ദൈവമേ, വിവാഹബന്ധം വേർപെടാൻ പോകുന്നവര്, കോടതി കേസ് കിടക്കുന്നവര്, ജീവിത പങ്കാളി ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹമുള്ളവര്, അവരുടെ മേലെ ആരാധനയിലെ കാരുണ്യം വർഷിക്കണമേ. ശ്രദ്ധിക്കട്ടെ. തകർന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ആരാധനയിലൂടെ കുട്ടി യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കൾ ഇപ്പോഴേ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. മാതാവിൻ്റെ മധ്യസ്ഥയിൽ ഈശോ ആരാധനയും ജ്വലിച്ചു നിൽക്കുന്ന വലിയ ദൈവിക സ്വർഗീയ നിമിഷങ്ങൾക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുക. എല്ലാവരും കൈകൾ കുപ്പി ഭക്തിയോടെ മുട്ടൽ നിൽക്കുക. ഈശോ നിങ്ങളെ ആശീർവദിക്കുന്ന സമയമാണ്. ഓൺലൈനിലുള്ളവരും ശ്രദ്ധയോടെ മുട്ടൽ നിൽക്കുക. കൈകൾ കുപ്പി ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം സൗഖ്യമായി, ധൈര്യമായി, കൃപയായി, വിടുതലായി പ്രാപിക്കുക. ശ്രദ്ധിക്കട്ടെ. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം.